ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കട്ട്പടി സീരിയലിൻ്റെ ഒരു കിടിലം പ്രഭവ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ക്രഷ് എപ്പോഴും കൺമണിയുടെ കൂടെ ഉണ്ടാവും. ഇനി ഒന്നും കൊണ്ട് പേടിക്കേണ്ടതെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് ക്രഷ് കൺമണിക്ക്. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും പേടിക്കാനുള്ള കൂടെ നമ്മുടെ ദേവ്ജി ഉണ്ടാകുമ്പോഴത്തേനും കൃഷും കൺമണിയും കൂടുതൽ ധൈര്യത്തിൽ മുന്നോട്ട് പോകാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് നമ്മുടെ പുതിയ ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു മോഡലിന് ആവശ്യമുണ്ട് എന്ന രീതിയിലൊക്കെ ദേവ്ജി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ദേവ്ജിയോട് കൃഷ് പറയുന്നുണ്ട്, അതിന് ഏത് പെൺകുട്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതപ്പോൾ ഞാൻ തിരഞ്ഞതുകൊണ്ട് നിൽക്കുന്നത് ആരെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ നോക്കട്ടെ, ഇതിൽ കൂടുതൽ സുന്ദരിയും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ലവൾ ആരാണെന്നുള്ളത് നമ്മൾ നോക്കണമെന്ന് പറയുന്നു. അപ്പോഴത്തേന് ദേവ്ജിയോട് കൃഷി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഇവിടെയുണ്ട്, അവളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവളെ ആക്കാം നമുക്ക് മോഡലായിട്ടെന്ന് പറയുന്നു. നീ ആരെയാണ്, അത് മാനസയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മാനസയല്ല ദേവ്ജി, എനിക്ക് ഒരു കുട്ടിയെ മാത്രമേ ഇഷ്ടം എന്ന് പറയുന്നു കേട്ടോ, അത് കൺമണിയെയാണെന്ന് പറയുന്നു. അതോടുകൂടി കൃഷി പറഞ്ഞതോടുകൂടി തന്നെ ദേവ്ജിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നീ പറഞ്ഞത് ശരിയാണ്, അവൾ നിനക്ക് അനുയോജ്യ ആയിട്ടുള്ളവളാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്റ്റാഫിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസയാണ് ആ മോഡലിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തവൾ എന്നാണ്. അതോടുകൂടി തന്നെ മാനസയാണെങ്കിൽ ലൊക്കേഷന് വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നീ എന്നെ സെലക്ട് ചെയ്തല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം എന്ന രീതിയിലൊക്കെ കേട്ടോ. പിന്നീട് ഈ ഒരു പിക്ചർ കൺമണി വരച്ചു കൊടുത്തിട്ടുണ്ട് ലാലിയുടെ. ഇത് വെച്ചിട്ട് വേണം കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ദേവ്ജി ആണെങ്കിലോ നമ്മുടെ മഹിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. മഹിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ത്രീയെ കണ്ടെത്തുകയും വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുള്ള തെരച്ചിലുകൾ തുടങ്ങുന്നതൊക്കെ സുമിത്രയും ബാലും അതുപോലെ തന്നെ കിളിയനൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലാലിയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒളിക്കണം, ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറയാട്ടോ, അല്ലെങ്കിൽ എല്ലാം തകിടം മറിഞ്ഞു പോകുമെന്ന് പറയുന്നു. എനിക്കതിന് സാധിക്കില്ല ബാലു സാർ എന്ന് പറയുമ്പോഴത്തേനും ബാലു ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം കാലിന് ശേഷിയില്ലാത്ത ബാലുവിന് കാലിന് എണീക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാം അത്ഭുതപ്പെട്ട് നോക്കുക കേട്ടോ. ബാലുവിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായും ശരിയായി തുടങ്ങി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രഭവ വിശേഷം കഴിയുന്ന നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീട്ടിൽ കാണാം.